പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീളെ പിന്നെ പൊതുവെ എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എല്ലാത്തിനോടും സ്നേഹമാണ്. ഒരു ഉറുമ്പിനെ പോലും ഞാൻ ഇന്നുവരെ അറിഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. അറിയാണ്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. ഞാൻ ഒന്നിനെ കൊല്ലില്ല. അന്നത്തെ ഒരു സുബ്ബലക്ഷ്മി ആയിരുന്നു സ്വപ്നവും ആഗ്രഹമൊക്കെ. അത് ഒരു ഭയങ്കര സംഭവമാണ്. അച്ഛൻ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ ഈ ത്യാഗരാജ ഭാഗവതർ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ പാടി കേട്ടാണ് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വളർന്നത്. അപ്പോൾ 5ാമത്തെ വയസ്സ് മുതൽ സംഗീതത്തിനിരുത്തി അവിടെ നാട്ടിലുള്ള. അത് കഴിഞ്ഞ് ലാസ്റ്റ് LPR വർമ്മ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയാണ് പഠിച്ചത് ലാസ്റ്റ്. അപ്പോൾ എന്നിട്ട് അരങ്ങേറ്റം, അന്ന് 11 വയസ്സ് അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ സംഗീത കച്ചേരികളൊക്കെ ആയിട്ട് ഞാൻ ആദ്യം പാടിയത് പല്ലന, കുമാരനാശാൻ മുങ്ങി മരിച്ച. രണ്ടുപേരും പാടി നോക്കിയാ. അയ്യോ എന്റെ അമ്മേ, ശബ്ദം ഒന്നാമത് പാടി എല്ലാരും. അപ്പൊ അന്ന് കവിയൂർ രേവമ്മ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പാട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ പിടിച്ചു മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, നമ്മുടെ രേവമ്മയെ പോലെ നീയും വലിയ പാട്ടുകാരിയാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ ഒരു മാഷ് ദേവരാജൻ മാഷെ അറിയാമല്ലോ, പരവൂർ ദേവരാജൻ, അദ്ദേഹത്തിനോട് പറഞ്ഞിങ്ങനെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, അവൾ നന്നായിട്ട് പാടും എന്നൊക്കെ. അപ്പം അവരിങ്ങനെ ഒരു നാടകത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. KPFCയുടെ തന്നെ വേറൊരു പ്രതിഭ ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ അവിടേക്ക് പാടാൻ ക്ഷണിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 3-4 വർഷം ഗ്യാപ്പ് വന്നേ. അപ്പോൾ 14 വയസ്സായി. 14 വയസ്സേ ഉള്ളൂ എന്ന് വരെയും ആളിച്ചിരി തടിയും എടുക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു കച്ചേരികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്കൂളിലെ മാഷ് ദേവരാജ മാഷെ വിളിച്ച് പറഞ്ഞ്, ഒരു ദിവസം ദേവരാജൻ മാഷും വേറെ 1-2 ആൾക്കാരും കൂടി ശങ്കരാടി ഉണ്ടായിരുന്നു, പിന്നെ കേശവൻ പോറ്റി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വീട്ടിൽ വന്നു. വീട്ടിൽ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പറഞ്ഞു, എടി കൊച്ചേ, ഞാൻ തമ്പുരു ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്നൊരു പാട്ട് പാടിക്കേ. മാഷുടെ സംസാരമല്ലേ. അപ്പോൾ ഞാൻ തമ്പുരുമൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ ഞാൻ കീർത്തനമാണ് പാടിയത്. എനിക്ക് വളരെ സന്തോഷമായി, ഒന്നും പറയാണ്ട് തന്നെ പോയി. പിന്നെ ഒരു 3-4 വർഷം ഗ്യാപ്പ് വന്നു. അപ്പോൾ എന്നെ പാടാൻ വിളിച്ചു, മൂലധനം നാടകത്തിലേക്ക് പാടാൻ വിളിച്ചു. അപ്പോൾ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പം ഹീറോയിനെ അന്വേഷിച്ച് കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഇവരിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചു, ദാമോദരാ കൊച്ചിനെ അഭിനയിപ്പിച്ചോട്ടെ. ഞാൻ അഭിനയം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് കരഞ്ഞു കൂവി വിളിച്ച് നാശമാക്കി. അപ്പൊ തോപ്പിലാശൻ പറഞ്ഞു, എടി കൊച്ചേ, ഈ അഭിനയം എന്ന് പറയുന്ന വലിയ സംഭവമൊന്നുമല്ല, ഞാൻ കാണിച്ചു തരുന്നു, നീ അങ്ങോട്ട് കാണിച്ചാൽ മതി, അതാണ് അഭിനയം. പിന്നെ ഒരു വിധമൊക്കെ ഒരു സമാധാനമായി. അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. അല്ല, ഞാൻ എപ്പോഴും ഞാൻ ഓവർ ആക്ട് ചെയ്യാത്ത ഒരാളല്ലേ. വളരെ നാച്ചുറലായിട്ടേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ.
അപ്പം എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ മൂലധനം നാടകം വർഷത്തിൽ എത്ര ദിവസം? 365 ദിവസം 2ഉം 3ഉം നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. അങ്ങനെ ഓടിയ നാടകം. ഇത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, നാടകമൊക്കെ ഒന്ന് കുറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓമാധവൻ, മുകേഷിൻ്റെ അച്ഛൻ വിളിച്ച് എൻ്റെ അച്ഛനോട് ചോദിച്ചതാ, നമ്മുടെ കൊച്ചിനെ ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം ഞങ്ങളുടെ ഇതിലേക്ക്. അങ്ങനെ കാളിദാസ കലാകേന്ദ്രം കേട്ട് കാണും, ഇവിടെ പോയി. അപ്പം പാട്ടുപാടി അഭിനയിക്കുന്ന ഡോക്ടർ നാടകത്തിൻ്റെ പേര്. അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ ഇരിക്കെ അപ്പോൾ LPR വർമ്മ, എൻ്റെ ഗുരുനാഥൻ, മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമ. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാടാ, ഒരു കൊച്ചു സിനിമയിൽ അഭിനയിക്കാൻ പറയട്ടെ, അവളായിരിക്കും സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പക്ഷേ മദ്രാസിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഞാനും കൂടി, അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ, അമ്മ കണ്ടി ചാടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അച്ഛനും ഞാനും കൂടി അവിടെ പോയി. ശശികുമാർ എന്ന് പറയുന്ന ആളായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ. പക്ഷേ പുള്ളിയുടെ പേര് വെച്ചില്ല എന്ന് തോന്നുന്നു, പ്രൊഡ്യൂസറുടെ പേരൊക്കെ അതിൽ വെച്ച്. അങ്ങനെ കുടുംബിനി അഭിനയിക്കുന്നു, 2 കുട്ടികളുടെ അമ്മയായിട്ട്. തുടക്കത്തിലെ അമ്മയായി. ഇപ്പോഴും അമ്മയാണ്. പക്ഷേ എനിക്ക് അന്ന് ഏതാണ്ട് 22 വയസ്സ് കാണും. അന്ന് സത്യം മാഷിൻ്റെ, മധു സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു. 22ാമത്തെ വയസ്സ്. ശരിക്കും ആ സമയത്തൊക്കെ, ആ പ്രായത്തിലൊക്കെ അമ്മയായിട്ട് അഭിനയിക്കുമ്പം വിഷമം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അമ്മയ്ക്ക്? അഭിനയമല്ലേ, എനിക്ക് ഭയങ്കര, ഞാൻ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. അഭിനയത്തിന് അങ്ങനെ വല്ലതും എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതെൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ എടുത്തു എന്നുള്ളതാണ് എൻ്റെ സത്യം. എപ്പോഴാണ് ഇത്രയും വലിയൊരു പൊട്ടിലോട്ട് പോകുന്നത്? ഈ പൊട്ടാണല്ലോ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്. പൊട്ടിന് കാരണം MS സുബ്ബലക്ഷ്മി. ആ അമ്മയാണ്. അമ്മയുടെ കച്ചേരി കേൾക്കാൻ പോയപ്പോ ഇങ്ങനെ, അന്ന് സ്വർണ്ണ വിഗ്രഹം പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. വൈരമൂക്കുത്തിയും വൈരക്കമ്മലും വൈര നെക്ലസും ഒക്കെ ഇട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മഞ്ഞ പട്ട് സാരി പൊതച്ച് സ്റ്റേജിലിരുന്ന് പാടിയതൊക്കെ. അന്ന് എനിക്ക് തോന്നി എനിക്കും വലിയ പൊട്ട് വേണം. അന്ന് പാട്ടുകാരിയൊക്കെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അഭിനയം ഏറ്റെടുത്തപ്പോൾ സംഗീതം അങ്ങനെ അങ്ങ് പോയി. അതാണ് ഉണ്ടായത്. പിന്നെ ആ സംഗീതത്തിലോട്ട് തിരിച്ചു പോകണം ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ സമയം കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ തിരക്കായിപ്പോയി. കുടുംബിനി അങ്ങോട്ട് അന്ന് ഈ ചാനലൊന്നും ഇല്ലല്ലോ, പത്രക്കാരല്ലേ. സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എൻ്റെ കൂട്ടുകാരികള് അവരൊക്കെ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ കൊച്ചുങ്ങളുടെയൊക്കെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി, അഭിമാനമായി. അതാണ് സത്യം. കുറേ വർഷങ്ങളായി അമ്മ ഫീൽഡിലുണ്ട്. അപ്പം മിക്ക ഓണങ്ങളും സെറ്റിലായിരിക്കും. ചില ഓണങ്ങൾ അപ്പം സെറ്റിൽ ഓണം എന്ന് പറയുമ്പോൾ കുറേ വർഷം മുമ്പേ ഉള്ളത് കൊണ്ട് തന്നെ. അതെ, ഞങ്ങൾക്കെല്ലാം അവിടെ പിള്ളേരുണ്ടാവുമല്ലോ, ആഹാരമൊക്കെ കൊണ്ടുവരാനും വിളമ്പിത്തരാനും ഒക്കെ. അവർ ഞങ്ങൾക്കൊക്കെ വിളമ്പിത്തരും. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അവരെ ഇരുത്തി ഞങ്ങൾ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊന്നും ഇന്നിപ്പോൾ ഇല്ലല്ലോ. നല്ല തിരക്കല്ലേ, എല്ലാവർക്കും തിരക്ക്. പഴയ ഓണം ഓർമ്മകളൊക്കെയാണ് ഇപ്പൊ ഭയങ്കര. കൊച്ചിലെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അച്ഛൻ പട്ടുപാവാടയൊക്കെ എടുത്തു തരും പിള്ളേരുമായിട്ട്. പക്ഷെ ഞാൻ
ഊഞ്ഞാലാടൂല. ഊഞ്ഞാൽ എനിക്ക് പേടിയാണ്. എത്ര നാൾ ഞാൻ ഫ്ലൈറ്റിൽ കയറാണ്ടിരുന്നെന്നറിയാമോ? മേളിൽ കൂടെ പോകുമ്പോൾ താഴെ വീഴുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്താധാരണ. ഫ്ലൈറ്റിലും കുറേ നാൾ പേടിച്ച് കയറാണ്ടിരുന്നു. ഒരിക്കൽ ബഹദൂർക്കെയാണ് എന്നെ നിർബന്ധമായിട്ട് പിടിച്ച് കയറ്റിയത്. അപ്പം തോന്നി ഇത് കുഴപ്പമില്ല. ഓണം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? പൂക്കളമാണോ, ഓണക്കോടിയാണോ? പലർക്കും പല ഇഷ്ടങ്ങൾ. ഓണക്കോടി ഉണ്ട്, പൂക്കളമൊക്കെ ഇടാനായിട്ട് കൂടുമായിരുന്നു. ഊഞ്ഞാലി കയറത്തില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പൂക്കളമൊക്കെ ഇടുമായിരുന്നു. സിനിമയിലോട്ട് വരുവാണെങ്കിൽ ലാലേട്ടന്റെ അമ്മയാണ് എല്ലാ മലയാളികളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് ലാലേട്ടനും. ഞാൻ വേറെ ഇന്നലെ എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നു. ഈ ചില ക്ഷേത്രങ്ങളിൽ ഈ എന്താ പറയുക, സപ്താഹത്തിന് തിരികൊളുത്താനും അവിടെയൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ പോവും. അപ്പോൾ ഈ വയസ്സായ സ്ത്രീകളൊക്കെ ഇങ്ങനെ തൊട്ടും പിടിച്ചും ഒക്കെ ഇരുന്നേച്ച് അവസാനം ചോദിക്കും, മോനെ കൊണ്ടുവന്നില്ലേ? അപ്പം ഞാൻ ആലോചിച്ച്, എനിക്ക് മോളാണല്ലോ. അതല്ലെന്നേ, മോഹൻലാലിനെ കൊണ്ടുവന്നില്ലേ? അപ്പോൾ ലാല് എൻ്റെ മോനാണെന്ന് ധരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്കും ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ മോൻ തന്നെയാണ്, മോനെ പോലെ തന്നെയാണ്. എന്താ പറയുക, പിന്നെ ആ കുടുംബമായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ വളരെ ഒരു അടുത്ത ബന്ധമാണ്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ മോഹൻലാലിൻ്റെ അമ്മയായി. ഞാൻ മോഹൻലാലിനെ ലാലെന്നോ ഒന്നും ഞാൻ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. കുട്ടാന്നേ വിളിച്ചിട്ടുള്ളൂ. കുട്ടനാണ് എൻ്റെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാറൊക്കെ ഉണ്ടോ ലാലേട്ടനെ? ആ, ലാലേട്ടന്റെ മോന്റെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? പ്രണവിന്റെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ, കണ്ടു. ഭയങ്കര ചാട്ടവും മിടുക്കന. ആവാണ്ടിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. ആ, സത്യം പറഞ്ഞാൽ മമ്മൂസാണ് എൻ്റെ മോനായിട്ട് ആദ്യം അഭിനയിച്ചത്. ആ, അതൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തടിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. മമ്മൂസുമായിട്ട് ഞാൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തനിയാവർത്തനം. ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അതാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും എൻ്റെ മക്കളല്ലേ, എല്ലാവരും എനിക്ക് മക്കളെ പോലെയാണ്. ഇപ്പം ഈ മക്കളുടെ എല്ലാം മക്കളും സിനിമയിൽ വന്നിരിക്കുകയാണ്. അതെ, അവരും മക്കളോ കൊച്ചുമക്കളോ ഒക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ. ആരും അങ്ങനെ ഒരു അകൽച്ച എന്നോട് കാണിച്ചിട്ടേയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ദിലീപേട്ടനുമായിട്ടുള്ള അത് ശരിക്കും ഒരു കുടുംബ ബന്ധം പോലെയാണ്. ദിലീപുമായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താ പറ്റിയെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ആ കൊച്ച് ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയ്ക്ക് ദാനധർമ്മിയാണ്. എന്തോരോ ആൾക്കാരെയാണ് സഹായിക്കുന്നത്. എന്നെയും സഹായിച്ചിട്ടുണ്ട് എന്തോരോ ആൾക്കാരെ. അത് 5-10 ലക്ഷങ്ങളാണ് പലർക്കും കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറും അമ്മയുടെ അടുത്ത് വരാറൊക്കെ ഉണ്ടോ? ആ, വരവൊക്കെ കുറവാണ്. ഞാൻ ഇടയ്ക്ക് കുഞ്ഞുമാവെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. കുഞ്ഞുമാവെ പോയി കാണണം. പിന്നെ നമുക്ക് ഇത്തവണ കുറച്ച് നാളായി അമ്മയെ സിനിമയിലൊക്കെ കണ്ടിട്ട്. എന്ത് പറ്റി? ആളുകൾ ഇങ്ങനെ വിചാരിക്കണ്ടാവും, ഈ അമ്മ എന്ത്, അമ്മ എവിടെ പോയി? ഞാനിപ്പം മാമാങ്കം റിലീസാവാൻ പോകുന്നു. ആ, റിലീസായില്ലല്ലേ മാമാങ്കം. പിന്നെ വേറൊരു പുതിയ ഡയറക്ടറുടെ പടമാണ്. അതിൽ ഷീലാമ്മയുണ്ട്, ഞാനും ഉണ്ട്. ഓണം കഴിഞ്ഞാൽ ഉടനെ. അതെ. അല്ലെങ്കിലും ഷീലു വിളിക്കും. അപ്പം പഴയ ആൾക്കാരെല്ലാം എന്നെ പൊന്നിന്നാണ് വിളിക്കുന്നത്. ആ, ഷീലാമ്മ അതെ, ഷാരു അതെ, ശാരദയും. ലാലേട്ടൻ
ലാലേട്ടയുടെ അമ്മയെന്നല്ല, പണ്ടേ ചേച്ചിന്ന് വിളിച്ചു പോയതുകൊണ്ട്. പക്ഷെ മോനെ പോലെയാണ്, അത് യാതൊരു സംശയമില്ല, മോനാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പം വരാനിരിക്കുന്ന സിനിമകൾ മാമാങ്കമാണ്. റിലീസ് ആവാനുള്ള പടം മാമാങ്കം. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ അവർ വന്നത്. ഈ ഒത്തിരി വർഷമായിട്ട് സിനിമയിലുള്ളത് കൊണ്ട് തന്നെ സിനിമയുടെ മാറ്റങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഈ അന്നത്തെ അഭിനയവും ഇപ്പോൾ ഉള്ള അഭിനയവും തമ്മിലൊക്കെ? അഭിനയം ഞാൻ അന്നും ഇന്നും ഒരു അഭിനയത്തിന് വലിയ മാറ്റം. ലാലൊക്കെ വളരെ നാച്ചുറലായിട്ടല്ലേ അഭിനയിക്കുന്ന. ലാലാവട്ടെ, മമ്മൂസ് ആവട്ടെ, പിന്നെ നിവിൻ പോളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിവിൻ പോളിയുടെ ഒരു സിനിമ ഇപ്പൊ ഇന്ന് റിലീസായിട്ടുണ്ട്. ഏതാത്? ശ്രീനിവാസന്റെ മകൻ സംവിധാനം ചെയ്ത, മറ്റേ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു സിനിമ ഇന്ന് റിലീസ്. ഓ അത് ശരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവിൻ പോളി. അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പൊട്ടുപോലെ തന്നെ അമ്മയ്ക്ക് അധികാർക്കും അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. അമ്മയുടെ കാലിലൊരു കൊലുസ്. കേട്. ഞാൻ മുമ്പും അമ്മയുടെ അടുത്ത് വന്നപ്പോ ആ കൊലുസ് കണ്ടിട്ട് അതെന്താന്നറിയോ, എനിക്ക് ഭയങ്കര പണ്ടേ ഉണ്ട്. പക്ഷെ കഴിയുന്നതും ആരും കാണാതെ ശ്രമിക്കും. എനിക്ക് ഭയങ്കര ഒരു കാലിൽ കൊലുസില്ലെങ്കിലേ ഈ അരഞ്ഞാണം ഇടാണ്ട് നടക്കുന്ന കുട്ടികളില്ലേ, അവരുടെ ഒരു ഫീലിംഗാണ് എനിക്ക്. പണ്ടേ എനിക്ക് കൊലുസ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് മാറ്റൂല. ഇപ്പോൾ ഈ റെഡ് എഫിൻ്റെ പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ അപ്പം എന്നെ വിളിച്ച് സ്റ്റേജിലേക്ക് ഇപ്പോൾ പോയപ്പം ഞാൻ സാരി ഇത്തിരി ഒന്ന് പൊക്കി തട്ടി വീഴാണ്ടിരിക്കാൻ. അപ്പോൾ ഇത് ആസിഫ് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചെവി വന്ന് പറഞ്ഞു, കൊലുസ് ഞാൻ കണ്ടു. ആസിഫ് അലിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ എങ്ങനെയാണ് സിനിമയിൽ അവരുടെയൊക്കെ ഒരു സൗഹൃദം? പഴയ പോലെ തന്നെയാണോ സിനിമ സെറ്റും കാര്യങ്ങളും? പഴയ പോലെ ആവാൻ സാധ്യതയില്ല. ഈ തിരക്ക് കൊണ്ടുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് മോളെ. എനിക്കും അതുപോലെ തന്നെ ഞാനെല്ലാം എൻ്റെ സ്വന്തം മക്കളെ പോലെയല്ലേ കാണുന്നത്. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഈ മലയാള സിനിമയിൽ തന്നെ ഇപ്പൊ 2 സംഘടനകളൊക്കെ വന്നിരിക്കുന്നു. എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ? അമ്മയ്ക്കൊരു അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ മീറ്റിങ്ങിന് ചിലപ്പോൾ പോവും. കഴിഞ്ഞ മീറ്റിങ്ങിന് എനിക്ക് പോകാൻ പറ്റിയില്ല, എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. എന്തിനാണെന്നേ, അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും കുറ്റം പറയാനും എന്തിനാ ഇങ്ങനെ സംഘടന? അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, അപ്പൊ ആ സംഘടനയിൽ എല്ലാവർക്കും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കും മാസം 5000 രൂപ എന്തോ അയക്കുന്നുണ്ട്. സീനിയേഴ്സിന് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓണം വന്നത് തിരുവോണാണ്. എല്ലാവരും തിരുവോണം അടിച്ച് പൊളിച്ച് സദ്യയൊക്കെ ഉണ്ട്, പുത്തനൊക്കെ എടുത്ത് ആഘോഷിക്കാം. ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ